Welcome to BSA Main Physics Semester 4, 21st lecture, Classical Mechanics, Central Force Problems. Problems from Central Force. Today's topic. Semester 4, BSA Main Physics, 21st lecture. Before going to problems, let us see one more derivation, that is Newton's law of gravitation from Kepler's law. Newton's law of gravitation from Kepler's law. We have studied derivation of Kepler's laws from Newton's law of universal gravitation. And here is a reverse process. That is, from Kepler's law, we derive Newton's law of gravitation. That is also a question for your examination. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത് കെപ്ലേഴ്സ് ലോസിൻ്റെ ഡെറിവേഷൻസ് ആണ്. അപ്പോൾ കെപ്ലേഴ്സ് ലോ ഡിറൈവ് ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് ലോയ്ക്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ F=G(M)(r)² എന്ന് പറയുന്ന ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷനാണ് അപ്ലൈ ചെയ്തത്. അത് വെച്ചാണ് തെളിയിച്ചത് കെപ്ലേഴ്സ് ലോസ്. ഇനി തിരിച്ച് ഈ കെപ്ലേഴ്സ് ലോയിൽ നിന്ന് നമുക്ക് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, അതാണ് ഇപ്പോൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഹെഡിങ് നോക്കി, ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഫ്രം കെപ്ലേഴ്സ് ലോ. അപ്പോൾ അതിന് കെപ്ലേഴ്സ് തേർഡ് ലോ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഒബ്റ്റൈൻ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഫ്രം കെപ്ലേഴ്സ് തേർഡ് ലോ. അപ്പോൾ തേർഡ് ലോ മതിയാകും നമുക്ക് ഈ ന്യൂട്ടൺസ് ലോ കണ്ടുപിടിക്കാൻ. അപ്പോൾ അതിന് ആൻസർ ഇങ്ങനെ പറയാം: അസ്യൂം സർക്കുലർ ഓർബിറ്റ്സ് ഓഫ് പ്ലാനറ്റ്സ്, ദി സെൻട്രിപിറ്റൽ ഫോഴ്സ് ഓൺ എ പ്ലാനറ്റ് ഓഫ് മാസ് m1 ഈസ് ഗിവൺ ബൈ, ഈ സെൻട്രിപിറ്റൽ ഫോഴ്സ് അറിയാമല്ലോ, ഇറ്റ് ഈസ് mv²/r ആണ്. അപ്പോൾ ഒരു പ്ലാനറ്റിലെ സെൻട്രിപിറ്റൽ ഫോഴ്സ് എഴുതാം F1=m1v1²/r1 എന്ന് പറയാവുന്നതാണ്. ഈ v1 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ s/t ആണല്ലോ. അപ്പോൾ സർക്കംഫറൻസിനെ, ഓർബിറ്റ് സർക്കംഫറൻസിനെ നമുക്ക് പീരീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഓർബിറ്റ് ഇവിടെ നമ്മൾ സർക്കിൾ ഓർബിറ്റായിട്ട് വിചാരിക്കുകയാണ്. നമ്മുടെ കാൽക്കുലേഷൻ്റെ എളുപ്പത്തിന് വേണ്ടി സർക്കുലർ ഓർബിറ്റ് വിചാരിക്കുകയാണ്. സർക്കുലർ ഓർബിറ്റിൻ്റെ റേഡിയസ് 2πr ആണല്ലോ. അപ്പോൾ r1 റേഡിയസ് ആണെങ്കിൽ ഇവിടെ പിന്നെ സർക്കംഫറൻസ് 2πr1. സോ വെലോസിറ്റി 2πr/t. സോ v1 is 2πr1/t1. That's the equation. So F1=m1v1²/r1. We can write as m1/r1 first and then 2πr1/t1 the whole square. That whole squaring we get 4π²/t1² into m1r1. Equation number 1. For another planet, in the same way, we can write another equation. That is F2=4π²t2² m2r2. Equation number 2. അങ്ങനെ എഴുതാം. മറ്റൊരു പ്ലാനറ്റിന് അതിൻ്റെ മാസ് m2 ആണ്. അപ്പം ഇക്വേഷൻ 1/ഇക്വേഷൻ 2 നമ്മൾ എഴുതിയ രണ്ട് ഇക്വേഷൻ ഡിവൈഡ് ചെയ്യണം. ഇക്വേഷൻ 1/ഇക്വേഷൻ 2, ദാറ്റ് ഈസ് F1/F2 = m1/m2 ഇൻറ്റു r1/r2. ആ t2 t1 മറിഞ്ഞു വരുമല്ലോ, t2/t1 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ആൻഡ് യു നോ കെപ്ലേഴ്സ് തേർഡ് ലോ, ദാറ്റ് ഈസ് t² ∝ a³. And for circular orbit, we can write t² ∝ r³ in the place of semi-major axis. For circular orbit, we write r, t² ∝ r³. So we can write the two equations, t1² t2², and on division we get t2/t1 the whole square equal to r2/r1 the whole cubed. സർക്കിൾ ഓർബിറ്റിനെ നമ്മൾ ആറായിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ t² ∝ a³ ഉണ്ടല്ലോ, അപ്പോൾ r³ എന്ന് എഴുതാം. ഇപ്പോൾ t1² ∝ r1³, t2² ∝ r2³ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് t2/t1² ഈസ് r2/r1 ഹോൾ ക്യൂബ്ഡ് എന്ന് കിട്ടും. അപ്പോൾ ഈ വാല്യൂ, ഈ r2/r1 ഹോൾ ക്യൂബ്ഡ് അതല്ല, നമ്മൾ ഇക്വേഷനകത്തുള്ള ഇക്വേഷൻ നമ്പർ 3-ക്കകത്തുള്ള t2/t1 പകരം ഇത് കൊടുക്കുക. അവിടെ t2/t1² ഉണ്ട്, അതിന് പകരം കൊടുക്കുക. അപ്പോൾ F1/F2 = m1/m2 ഇൻറ്റു r1/r2
ആ T2² /T1² പകരം നമ്മൾ R2³ കൊടുക്കും. അപ്പോൾ ഒരു R2 വെട്ടിപ്പോകും, ഒരു R1 വെട്ടിപ്പോയിട്ട് നമുക്ക് M1R2² എന്ന് കിട്ടും, F1/F2. Now you look. അപ്പോൾ അങ്ങനെ കിട്ടിയാൽ നമുക്ക് പറയാൻ പറ്റും F1 പ്രപ്പോർഷണൽ ടു M1/R1², F2 പ്രപ്പോർഷണൽ ടു M2/R2² പറയാൻ പറ്റും. എന്താ കാര്യം എന്ന് അറിയാമോ? നമ്മുടെ ഇക്വേഷൻ, നമ്മളിവിടെ തെളിയിച്ച ഇക്വേഷൻ F1/F2 = M2R1² ആണ്. F1/F2 = M1R2² അങ്ങനെയാണെങ്കിൽ ഇത് എഴുതിയാൽ തെറ്റില്ല. കാരണം പറയുന്നതില്ല. ദാറ്റ് ഈസ് F1 പ്രപ്പോർഷണൽ ടു M1/R1², F2 പ്രപ്പോർഷണൽ ടു M2/R2². സംശയം ഉണ്ടെങ്കിൽ സൈഡിലോട്ട് നോക്കൂ. F1 പ്രപ്പോർഷണൽ ടു M1/R1², F2 പ്രപ്പോർഷണൽ ടു M2/R2². ഡിവൈഡ് നോക്കി. F1/F2 = M1/M2 × R2²/R1². ഇതാണല്ലോ നേരത്തെ നമ്മൾ എഴുതിയത്. അപ്പോൾ തിരിച്ചങ്ങോട്ട് വരുമ്പോൾ F1 പ്രപ്പോർഷണൽ ടു M1/R1², F2 പ്രപ്പോർഷണൽ ടു M2/R2² എന്ന് എഴുതാം നമുക്ക്. അപ്പോൾ അങ്ങനെ ഈ ഒരു F1 ഒരു ഇക്വേഷൻ ഉണ്ട് M/R², F2 ഒരു ഇക്വേഷൻ M/R². അപ്പോൾ ജനറലായിട്ട് പറഞ്ഞാൽ F പ്രപ്പോർഷണൽ ടു M/R² എഴുതിയാൽ തെറ്റില്ല. അല്ലെങ്കിൽ പറയും F = K, കോൺസ്റ്റൻറ്റ് M × R². ഇവരെ കോൺസ്റ്റൻറ്റ് നമ്മൾ എടുക്കുന്നത് GM ആയിട്ടാണ്. ആ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് ഇൻറ്റു മാസ് ഓഫ് സൺ, ആ മോഡലാണ് ഇവിടെ എടുക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെയല്ല, ഇവിടെ GM എന്ന് എടുക്കണം. സോ പുട്ട് K = GM. ബിഗറ്റ്. അപ്പോൾ ആ കോൺസ്റ്റൻറ്റ് കൊടുക്കുക എന്നുള്ളത് ഒരു ആവശ്യമാണ് ഇവിടെ. പുട്ട് K = GM. ബിഗറ്റ് F = G⁻⁻R². ദിസ് ഈസ് ന്യൂട്ടൺസ് ലോ ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ. So by assuming Kepler's third law, we arrived at Newton's law of gravitation. So the question may be like this: deduce Newton's law of universal gravitation from Kepler's law or Kepler's third law. Important question. ഇനിയാണ് നമ്മൾ പ്രോബ്ലം ആരംഭിക്കുന്നത്. എല്ലാ പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഒരെണ്ണം പരീക്ഷ കിട്ടുകയും ചെയ്യും പ്രോബ്ലം. Two satellites have periods T1 and T2. Compare their major axis of revolution. ഇപ്പോൾ രണ്ട് സാറ്റലൈറ്റ് പ്ലാനറ്റ് പോലെ വിചാരിക്കാവുന്നതാണ്. സൂര്യൻ്റെ പ്ലാനറ്റ് പോലെയാണ് പ്ലാനറ്റുകൾക്ക് സാറ്റലൈറ്റ്സ്, ഉപഗ്രഹങ്ങൾ. അപ്പോൾ T² പ്രപ്പോർഷണൽ ക്യൂബ്ഡ് ഫോർ ഫസ്റ്റ് സാറ്റലൈറ്റ്. സ്പെല്ലിംഗ് നോക്കണേ, SATELLITE. ഫോർ ഫസ്റ്റ് സാറ്റലൈറ്റ് T1² പ്രപ്പോർഷണൽ ടു A1³ ഫോർ സെക്കൻഡ് സാറ്റലൈറ്റ് T2² പ്രപ്പോർഷണൽ ടു A2³. Therefore T1/T2² dividing A1/A2 the whole cubed. Therefore A1/A2 ഇവിടെ ക്യൂബ്ഡ് ആണല്ലോ, അപ്പോൾ ഇതിൻ്റെ ക്യൂബ് റൂട്ട് കാരണം T1/T2 the whole raised to 2/3. That is the answer. അപ്പോൾ നമുക്ക് പീരീഡ് വന്നാൽ മേജർ ആക്സിസ് കമ്പാരിസൺ ആണ്. അപ്പോൾ തന്നിരിക്കുന്ന പീരീഡിൽ എക്സ്പ്രസ് ചെയ്യണം. A1/A2 is T1/T2 raised to 2/3. ക്യൂബ് റൂട്ട് വേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. Moon describes a circular orbit of radius 4.2 into 10⁻². 10⁻² അവിടെ നമുക്ക് അവസാനം വരുന്നുണ്ട്, അത് തിരുത്തിക്കോളേ. 10⁸ 10⁸ മീറ്റർ ആണ്. അപ്പോൾ 10⁸ എന്നാണ് 4.2 into 10⁸ മീറ്റർ. Moon describes circular orbit of radius 4.2 into 10⁸ meter around the earth in 27 days. Titan describes, മറ്റൊരു സാറ്റലൈറ്റ് ആണ്, അത് സാറ്റേണിൻ്റെ, ശനിയുടെ. Titan describes a circular orbit of radius 1.58 into 10⁹ meter around the Saturn in 16 days. Compare the mass of Saturn and Earth. അപ്പോൾ ഇത് പിന്നെ സാറ്റലൈറ്റ് മോഷനാണ്. സാറ്റലൈറ്റ് മോഷൻ പറയുമ്പോൾ നമ്മൾ പിന്നെ ക്യാപിറ്റലും പറയേണ്ടത് പ്ലാനറ്റിൻ്റെ മാസാണ്. പ്ലാനറ്റ് മോഷൻ പറയുമ്പോൾ ക്യാപിറ്റലും പറയേണ്ടത് സൺ മാസാണ്. അപ്പോൾ ഇവിടെ സാറ്റലൈറ്റും പ്ലാനറ്റുമാണ്. ഒന്നാമത്തെ കേസ്
നമുക്ക് എർത്തിൻ്റെ കേസാണ്, എർത്ത് മൂണുമാണ്. രണ്ടാമത്തെ കേസ് സാറ്റേണും അതിൻ്റെ സാറ്റലൈറ്റ് ടൈറ്റനുമാണ്. അപ്പോൾ നമുക്കറിയാം ടി സ്ക്വയറിൻ്റെ ഇക്വേഷൻ 4π² GMB/r³ പീരീഡിൻ്റെ ഇക്വേഷനാണ്. പീരീഡ് ഇത് +1 ക്ലാസ്സിൽ പഠിക്കുന്നത് കൂടിയാണ്. അതായത് T = 2.√r³/gm. നിങ്ങൾ കേട്ട് കാണാം, 2.√r³/gm. ഇത് പീരീഡ് ഓഫ് എ പ്ലാനറ്റ് T ഈസ് 2π √r³/gm എന്ന ഇക്വേഷൻ ഉണ്ട്. അത് സ്ക്വയർ ചെയ്യുമ്പോഴാണ് T² = 4π² GMB/r³ എന്ന് കിട്ടുക. ഇത് സർക്കുലർ ഓർബിറ്റിനാണ്. ഫോർ മൂൺ വി ക്യാൻ റൈറ്റ്. അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്തിരിക്കുമോ? വേറൊരു കോണ്ടസ്റ്റ് വരുന്നുണ്ട്, എങ്കിലൊന്ന് പഠിച്ചോളെ. ഒരു സാറ്റലൈറ്റിന് പ്ലാനറ്റിന് ചുറ്റുമുള്ള പീരീഡ്, അല്ലെങ്കിൽ പ്ലാനറ്റിന് സണ്ണിന് ചുറ്റുമുള്ള പീരീഡ്, അതിൻ്റെ ഇക്വേഷനാണ് T ഈസ് 2π √r³/gm. ആ GM-ഉം r³ റൂട്ടിനകത്താണ്. 2.√r³/gm. r റേഡിയസ് ഓഫ് ഓർബിറ്റാണ്. അപ്പോൾ T² കാണുമ്പോൾ 4π² GMB/r³. ഫോർ മൂൺ T1² ഈസ് 4π² GM1/r⁻³ വേർ m ഈസ് ദ മാസ് ഓഫ് എർത്ത്. എപ്പോഴും കേന്ദ്രത്തിൽ വരുന്ന അത് പ്ലാനറ്റ് ആണെങ്കിൽ അതിൻ്റെ മാസമാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇപ്പോൾ സണ്ണാണ് വരുന്നതെങ്കിൽ സണ്ണിൻ്റെ മാസമായിരിക്കും. ഇപ്പോൾ മോഷൻ രണ്ട് തരത്തിലെടുക്കുന്നത്. നമ്മൾ പ്ലാനറ്റും സാറ്റലൈറ്റും ആണെങ്കിൽ ക്യാപിറ്റലും പ്ലാനറ്റിൻ്റെ മാസ്, സണ്ണും പ്ലാനറ്റും ആണെങ്കിൽ ക്യാപിറ്റലും സണ്ണിൻ്റെ മാസ്. അപ്പോൾ ഇവിടെ ഫോർ മൂൺ T1² = 4π² GM1/r⁻³. അപ്പോൾ മൂണിൻ്റെ മാസ് ഇതിനകത്ത് വരില്ല എന്ന് ഓർക്കണം. ഇവിടെ ക്യാപിറ്റൽ M1 എർത്തിൻ്റെ മാസാണ്. ഫോർ ടൈറ്റൻ T2² is equal to 4π² GM2/r⁻². Equation number 2, where M2 is the mass of Saturn. 1/2 T1² T2² is equal to M2/M1 into r⁻³ സിംപ്ലിഫൈ ചെയ്താൽ മതി. ആ G ഒക്കെ വെട്ടിപ്പോവും, 4π² വെട്ടിപ്പോവും. അപ്പോൾ M1/M2 കാണുമ്പോൾ നമുക്ക് T2² T1² into r⁻³ എന്ന് കിട്ടും. നമുക്ക് പീരീഡ് കൊടുക്കാം. T2 16 ആണ്, T1 27 ആണ്, പിന്നെ R1 4.2 × 10⁸ ആണ്, R2 1.58 × 10⁹ ആണ്. അപ്പോൾ അതെല്ലാം തന്നിരിക്കുന്ന യൂണിറ്റിൽ തന്നെ ഇടാം. ഡേ തന്നെ കൊടുക്കാം. ഡേയിനെ സെക്കൻഡ് ആക്കണ്ട, കാരണം രണ്ടിനും ഡേ ആണ്. 16 ദിവസം 27 ദിവസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൂണിൻ്റാണ് 27, ടൈറ്റിനാണ് 16. അപ്പോൾ M1/M2 നമ്മൾ ആ വാല്യൂ കൊടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. അത് ചെയ്താൽ 0.006596 ഇതാണ് ആൻസർ. കാൽക്കുലേറ്റർ ചെയ്യണം. അത് M1/M2 ആണ്. M1/M2 എന്ന് പറഞ്ഞ എർത്ത് ബൈ സാറ്റേൺ മാസ് റേഷ്യോ ആണ്. തിരിച്ചാണെങ്കിൽ M2/M1 കേട്ടാൽ 151.6 എന്ന് കിട്ടും ആൻസർ. എങ്ങനെ വേണമെങ്കിലും ആൻസർ റെപ്രസെൻ്റ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഡയമീറ്റർ ഓഫ് ദി ഓർബിറ്റ് ഓഫ് നെപ്റ്റ്യൂൺ assumed to be a circle if the period around the sun is 165 years. Mass of sun is 2 × 10⁻30 kilogram. സൺ മാസ് 2 × 10⁻30 ആണെന്ന് ഓർക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ T² ഇക്വേഷൻ പറയുകയാണ്. T ഞാൻ പറഞ്ഞല്ലോ 2.√r³/gm. T² ആകുമ്പോൾ 4π² GM/r³. വാല്യൂ നേരിട്ട് കൊടുത്തിരിക്കുകയാണ്. r³ എഴുതും. r³ is GMT²/4π². ജിയുടെ വാല്യൂ 6.67 × 10⁻11. M എന്നുള്ളത് ഇവിടെ സൺ മാസാണ്, 2 × 10⁻30. T എന്ന് പറയുന്നത് ഇവിടെ പീരീഡായിട്ട് 165 ഇയേഴ്സ്. ആ 165 ഇയേഴ്സിനെ നമ്മൾ സെക്കൻഡ് ആക്കണം. അപ്പോൾ 165 ഇയറിനെ ഡേ ആക്കാൻ വേണ്ടി 365.25, അതിനെ അവറാക്കാൻ വേണ്ടി × 24, പിന്നെ മിനിറ്റ് സെക്കൻഡ്. ഇപ്പോൾ 60 × 60 അതിൻ്റെ സ്ക്വയർ ബൈ 4 × 3.14², 4π². ഇപ്പോൾ കാൽക്കുലേഷൻ സമയമെടുക്കും എന്ന് മനസ്സിലാക്കുക. കാൽക്കുലേറ്റർ ചെയ്യണം. T² ആണ് കാണുന്നത്, അപ്പോൾ കുടിച്ചിട്ട് സ്ക്വയറൊക്കെ കാണണം. അപ്പോൾ നമുക്ക് r³ കിട്ടുന്നത് 9.14 × 10⁻37 എന്ന് കിട്ടും. r³. അപ്പോൾ 6 ആകുമ്പോൾ അതിൻ്റെ ക്യൂബിലോട്ട് കാണണം. 6 അതിൻ്റെ ക്യൂബിലോട്ട് 9.14 × 10⁻37 raised to 1/3.
ദാറ്റ് ഈസ് 4.5 ഇൻറ്റു 10⁻12 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഡയമീറ്റർ കാണുമ്പോൾ 2r, 4.5 ഇരട്ടി 9 ആണ്, 9 ഇൻറ്റു 10⁻12 മീറ്റർ. അടുത്ത പ്രോബ്ലം, ഗിവൺ ദി എർത്ത് സൺ ഡിസ്റ്റൻസ് ഈസ് വൺ അസ്ട്രോണമിക്കൽ യൂണിറ്റ്, AU എന്ന് പറയും, അസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഇത് ടേബിൾസിനകത്തുള്ളതാണ് കേട്ടോ, അസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഇവിടെ ക്വസ്റ്റിനകത്ത് നമ്മൾ പറയുന്നുണ്ട്, അപ്പോൾ ടേബിൾസിൽ കവർ പേജ് കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയെടുക്കാം. അല്ലെങ്കിൽ ഇവിടെ ക്വസ്റ്റിനകത്ത് വരുന്നുണ്ട്, അത് പഠിച്ചോളാം. ഇവിടെ ആ വാല്യൂ നമുക്ക് തരുന്നില്ല. ഗിവൺ ദി എർത്ത് സൺ ഡിസ്റ്റൻസ്, സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം, ഈസ് വൺ അസ്ട്രോണമിക്കൽ യൂണിറ്റ് AU, കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് സൺ. അപ്പോൾ AU എന്നുള്ള സിമ്പിൾ അസ്ട്രോണമിക്കൽ യൂണിറ്റ് സിമ്പിളായ കേട്ടോ. നമ്മൾ ആങ്സ്ട്രോം യൂണിറ്റിന് ചിലർക്ക് എഴുതാറുണ്ട്, അത് ശരിയല്ല. ആങ്സ്ട്രോം യൂണിറ്റ് ആണെങ്കിൽ നമ്മൾ A ഡിഗ്രി പോലെ എഴുതുക, ഡിഗ്രി വല്ല Aയുടെ മുകളിലാണ് ഒരു വട്ടം കൊടുക്കുന്നത്. ഇവിടെ അസ്ട്രോണമിക്കൽ യൂണിറ്റാണ് AU സിമ്പിൾ. അപ്പോൾ T സ്ക്വയർ വീണ്ടും എഴുതി 4π²/gm r³. അപ്പോൾ M കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4π²r³/gt². 4π² r അസ്ട്രോണമിക്കൽ യൂണിറ്റിൻ്റെ വാല്യൂ ഇതാണ്. അസ്ട്രോണമിക്കൽ യൂണിറ്റ് 1.49 ഇൻറ്റു 10⁻11 ആണ്. അപ്രോക്സിമേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 1.5 ഇൻറ്റു 10⁻11 മീറ്ററാണ്. അപ്പോൾ r³ g 6.67 ഇൻറ്റു 10⁻11 ഇൻറ്റു ആ പീരീഡ് നമ്മൾ സെക്കൻഡാക്കി പറയണം. എർത്തല്ലേ, എർത്താണ് സൂര്യൻ കറങ്ങുന്നത്, എർത്ത് സൺ ഡിസ്റ്റൻസാണ്. അപ്പോൾ എർത്തിൻ്റെ പീരീഡ് 365.25 ഡേയ്സ് ആണ്. അതിനെ നമ്മൾ മണിക്കൂറാക്കണം, മിനിറ്റാക്കണം, സെക്കൻഡാക്കണം. അപ്പോൾ 24 ഇൻറ്റു 60 ഇൻറ്റു 60 സ്ക്വയർ. ഓൺ കാൽക്കുലേഷൻ വി ഗെറ്റ് 1.966 ഇൻറ്റു 10⁻30 കിലോഗ്രാം. ആരെങ്കിലും 2 ഇൻറ്റു 10⁻30 എന്ന് കഴിഞ്ഞാൽ ശരിയാണ്. സൂര്യൻ്റെ മാസ് 2 ഇൻറ്റു 10⁻30 കിലോഗ്രാം ആണെന്ന് നോക്കുക. അപ്പോൾ സൂര്യൻ്റെ മാസ് കണ്ടുപിടിക്കുന്ന പ്രോബ്ലത്തിൽ സൂര്യൻ്റെ മാസ് ഓർത്തിരുന്നാൽ പെട്ടെന്ന് നമുക്ക് ഉത്തരം എഴുതാം. ഇനി കാൽക്കുലേഷൻ തെറ്റിയാലും 2 എന്ന് എഴുതിയാൽ മതി, 2 ഇൻറ്റു 10⁻30 കിലോഗ്രാം. ഇവിടെ കിട്ടുന്നത് 1.966 ഇൻറ്റു 10⁻30 കിലോഗ്രാം. അപ്രോക്സിമേറ്റ് ചെയ്താൽ 2 വരുമല്ലോ, 2 ഇൻറ്റു 10⁻30 വരും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ് നമ്പർ 21-ൽ. പ്രോബ്ലം കുറച്ച് കൂടുതലുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 ക്ലാസ്സായിട്ട് വീണ്ടും ചെയ്യുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ പ്രോബ്ലം ആയിരിക്കും, സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലം. ദാറ്റ് ഈസ് ഓൾ. താങ്ക് യു വെരി മച്ച്.